ബാലതാരമായി വന്ന് നായികയായി മാറിയ നിരവധി താരങ്ങൾ മലയാള സിനിമയിലുണ്ട്. അതിൽ പലരും സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചിലർ പിന്തള്ളപ്പെടുകയും ചെയ്തു. മലയാള സിനിമയിൽ ബാലതാരമായി വന്ന് പ്രേക്ഷകർ ഏറ്റെടുത്ത 5 നടിമാർ. മീന 1976 സെപ്റ്റംബർ 16 ജനിച്ച മീന തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് വളർന്നത്. ശിവാജി ഗണേശനെ പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ച നെഞ്ചുകൾ എന്ന സിനിമയിൽ ബാലതാരമായാണ് മീന തൻ്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് 45-ലധികം ചിത്രങ്ങളിൽ ബാലതാരമായി മീന അഭിനയിച്ചു. മീന പ്രധാന നായികാ വേഷങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങി. ദക്ഷിണേന്ത്യയിലെ എല്ലാ വലിയ താരങ്ങൾക്കുമൊപ്പം ജോഡി ചെയ്യുന്ന മുൻനിര നായികമാരിൽ ഒരാളായി മാറി മീന. മികച്ച നടിക്കുള്ള നിരവധി അവാർഡുകളും നേടിയ മീന ബാലതാരമായി എത്തി മുൻനിരയിൽ എത്തിയ ഒരു നായികയായിരുന്നു. ബേബി ശാലിനി 1979 നവംബർ 20 ഒരു മലയാളി ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ശാലിനി ജനിച്ചത്. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയം ആരംഭിച്ചു. നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു മറഞ്ഞ ശാലിനി അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ നായികയായി തിരിച്ചു വന്നു. നായികയായി മുൻനിരയിൽ തിളങ്ങി നിന്ന സമയത്ത് തമിഴ് നടൻ അജിത്തുമായുള്ള വിവാഹം നടന്നത്. വിവാഹത്തോടെ അഭിനയ ജീവിതം അവസാനിപ്പിച്ച ശാലിനിയുടെ അഭിനയ ജീവിതം വിജയകരമായിരുന്നു. കാവ്യ മാധവൻ 1984 സെപ്റ്റംബർ 19 ജനിച്ച കാവ്യ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലാണ് ബാലതാരമായി അഭിനയം തുടങ്ങുന്നത്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ നായികയായി അരങ്ങേറിയ കാവ്യ മാധവൻ 2000-കളിൽ മലയാളം ഇൻഡസ്ട്രിയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറി. 75ഓളം ചിത്രങ്ങളിൽ വിജയകരമായി അഭിനയിച്ചു. കീർത്തി സുരേഷ് 1992 ഒക്ടോബർ 17 ജനിച്ച കീർത്തി സുരേഷ് 2000-ങ്ങളുടെ തുടക്കത്തിൽ ബാലതാരമായി തൻ്റെ കരിയർ ആരംഭിച്ചു. പഠനശേഷം 2013 ഗീതാഞ്ജലി എന്ന മലയാള സിനിമയിൽ നായികയായി എത്തി. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ വിജയകരമായി തുടരുന്ന ഒരു നടിയാണ് കീർത്തി സുരേഷ്. ശോഭന ബാലതാരമായി അഭിനയം തുടങ്ങി വിജയിച്ച നടിയാണ് ശോഭന. തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ അഭിനയിച്ചു. 40 വർഷത്തിലേറെ നീണ്ട കരിയറിൽ 230 ചിത്രങ്ങളിൽ ശോഭന അഭിനയിച്ചു. നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി തിളങ്ങിയ നടിയാണ് ശോഭന. ബാലതാരമായി എത്തിയ ശോഭനയുടെ നായികാവേഷങ്ങളും വിജയകരമായിരുന്നു.